ബംഗാളിൽ സുവേന്ദു അധികാരി ബി.ജെ.പി. സർക്കാർ വന്നതിന് ശേഷം പണി തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. പല ആൾക്കാരും ചോദിച്ചൊരു കാര്യമാണ്, ബംഗാളിൽ ബി.ജെ.പി. അധികാരത്തിൽ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അത് യാതൊരുവിധ തർക്കവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. ബംഗ്ലാദേശ് ബംഗാൾ അതിർത്തിയിൽ ഒരു ഫെൻസിംഗ് ബോർഡർ കൊണ്ടുവരിക എന്നുള്ളതാണ്, ഒരു വേലി കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ പണി ഇപ്പോഴിതാ ബംഗാളിൽ സത്യപ്രതിജ്ഞ ചെയ്ത് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ സുവേന്ദു അധികാരി നടപ്പിലാക്കാൻ പോവുകയാണ്. വെസ്റ്റ് ബംഗാൾ CM സുവേന്ദു അധികാരിസ് ക്യാബിനറ്റ് അപ്രൂവ്സ് ലാൻഡ് ട്രാൻസ്ഫർ ഫോർ BSF ഫെൻസിംഗ് അലോങ് ദ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ വിത്തിൻ 45 ഡേയ്സ്. അതായത് 45 ദിവസത്തിനകം BSFന് ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നു. ഫെൻസിംഗ് നടത്താനുള്ള നടപടികളിലേക്ക് ഇവർ കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം ത്രിപുരയിൽ 2 ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ വെടിവെച്ച് കൊന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെ ബംഗാളിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വരുന്നു. പ്രോസസ് ബിഗിൻസ് ഫോർ ആയുഷ്മാൻ ഭാരത് റോൾ ഔട്ട് ഇൻ ബംഗാൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്റ്റേറ്റ് ടു ജോയിൻ സെൻട്രൽ സ്കീംസ് ഇൻക്ലൂഡിംഗ് PM ജൻ ആരോഗ്യ യോജന ആൻഡ് PM വിശ്വകർമ്മ എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബംഗാളിൽ വലിയ രീതിയിലുള്ള അഴിച്ചുപണി പല മേഖലകളിലും നടക്കുന്നു എന്നുള്ളതാണ്. വലിയൊരു ഡ്രാസ്റ്റിക് ഷിഫ്റ്റാണ് ബംഗാളിൽ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വെസ്റ്റ് ബംഗാൾ CM സുവേന്ദു അധികാരി ബിഗിൻസ് ഹിസ് ഫസ്റ്റ് ഡേ ഇൻ ഓഫീസ് വിത്ത് ബാക്ക് ടു ബാക്ക് ഹൈ ലെവൽ മീറ്റിംഗ്സ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് വലിയ രീതിയിലുള്ള ഹൈ ലെവൽ മീറ്റിംഗ്സ് ആണ് നടത്തിയത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബംഗ്ലാദേശികളെ പുറത്താക്കേണ്ടതുണ്ട്. അതിനായി നിയമിക്കേണ്ട വിശ്വസ്തരായിട്ടുള്ള ഉദ്യോഗസ്ഥരാരൊക്കെയാണ് എന്നുള്ളതാണ് പ്രധാനമായും സുവേന്ദു അധികാരി തിരയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്യാബിനറ്റ് മീറ്റിംഗ് ടുഡേ, പോർട്ട്ഫോളിയോസ് ടു ബി അസൈൻ ടു അഗ്നിമിത്ര പോൾ, ദിലീപ് ഘോഷ്, നിഷിത് പ്രമാണിക്, അശോക് കീർത്താനിയ ആൻഡ് ഷുധീറാം ടു ഡു മീറ്റിംഗ്സ് വിത്ത് IAS ഓഫീസർ ആൻഡ് DMs at 4 PM എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതായത് ഇന്ന് വലിയ രീതിയിലുള്ള മീറ്റിങ്ങുകൾ നടന്നു. 4 മണിക്കടക്കം വലിയ രീതിയിലുള്ള IAS ഉദ്യോഗസ്ഥരുമായിട്ടുള്ള മീറ്റിങ്ങുകൾ നടന്നു. വെസ്റ്റ് ബംഗാളിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം തന്നെയാണ് പുറത്തു വരുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, TMC ലീഡറായിട്ടുള്ള പോരാത്തതിന് വെസ്റ്റ് ബംഗാളിലെ ഫോർമർ മിനിസ്റ്റർ ആയിട്ടുള്ള സുജിത് ബോസിനെ ED അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റാഞ്ചിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. അങ്ങനെ സമൂലമായിട്ടുള്ള ഒരു അഴിച്ചുപണിയാണ് ബംഗാളിൽ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. വിശ്വസ്തരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ തന്നോടൊപ്പം ചേർത്ത് നിർത്തുക. ഇതോടൊപ്പം തന്നെ വെസ്റ്റ് ബംഗാളിൽ ബംഗ്ലാദേശികളെ കൊടുക്കാനുള്ള അല്ലെങ്കിൽ ബംഗ്ലാദേശികളെ തിരിച്ചു പറഞ്ഞയക്കാനുള്ള ശ്രമങ്ങൾ തുടരുക. ബംഗാളിന്റെ ആഭ്യന്തര സുരക്ഷ, ഈ ബംഗാളിന്റെ ആഭ്യന്തര സുരക്ഷ നിലനിർത്താൻ ഹൈ ലെവൽ പോലീസ് സ്ക്വാഡിനെ രൂപീകരിക്കുക. ഇതാണ് 24 മണിക്കൂറിൽ വെസ്റ്റ് ബംഗാളിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.